എല്ലാവർക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം ഇന്ന് വന്നിരിക്കുന്നത് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളിതിനെ ഇഫ് ക്ലോസ് എന്ന രീതിയിലാണ് പൊതുവെ PSC രംഗത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ യഥാർത്ഥ പേര് കണ്ടീഷണൽ ക്ലോസ് എന്നാണ്. അതാണ് നമ്മുടെ ചോദ്യം ഇതാണ്: if she dash an angel, she dash the poor എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതാണ് നോക്കിക്കൊള്ളുക. if she dash an angel, she dash the poor എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കണ്ടീഷണൽ ക്ലോസുമായി ബന്ധപ്പെട്ട ഇമാജിനറി കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഇമാജിനറി കണ്ടീഷൻ ആണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ദാണ്ടെ ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് വാസ് അല്ലേ, വെയർ, ഈസ്, ഹാസ് എന്നിവയാണ്. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ഡാഷിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി അവർ തന്നിരിക്കുന്ന ഓക്സിലറി വെർബുകൾ അല്ലെങ്കിൽ തന്നിരിക്കുന്നത് ഓക്സിലറി വെർബുകളാണ്. ഏതൊക്കെ ഓക്സിലറി വെർബുകൾ? വാസ്, വെയർ, ഈസ്, ഹാസ് എന്നിവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന സംഭവം ഒരു ഇമാജിനറി കണ്ടീഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ എന്താണ് ഇമാജിനറി കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ ഇനി ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടീഷണൽ ക്ലോസുകളെയാണ് നമ്മൾ ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇമാജിനറി കണ്ടീഷൻ? ഇനി ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷണൽ ക്ലോസ് സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇമാജിനറി കണ്ടീഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങളുടെ ഓപ്ഷൻസിൽ ദാണ്ട് ഈ രീതിയിലാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കുക അത് ഇമാജിനറി കണ്ടീഷനാണ്. അങ്ങനെ ഇമാജിനറി കണ്ടീഷനാണ് വന്നിരിക്കുന്നതെങ്കിൽ ദാണ്ടെ ഇവിടെ ഇഫ് ക്ലോസിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് വെയർ എന്ന ഓക്സിലറി വെർബായിരിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഷീ എന്നതിനോടൊപ്പം വെയർ ഉപയോഗിക്കുമോ? അതാണ് ഇമാജിനറി കണ്ടീഷനുകളുടെ യുണീക്ക്നെസ് എന്ന് പറയുന്നത്. ഇമാജിനറി കണ്ടീഷനുകളിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ഒപ്പം ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ശരി ഇഫ് ക്ലോസിൻ്റെ സ്ഥാനത്ത് നമ്മൾ അതെവിടെ ഉപയോഗിക്കേണ്ടത്? വെയർ എന്ന ഓക്സിലറി വെർബായിരിക്കണം. ഈ ഷീയുടെ സ്ഥാനത്ത് ഐ എന്ന് വന്നാലും ഹീ എന്ന് വന്നാലും ദേ എന്ന് വന്നാലും ശരി അവിടെ വന്നിരിക്കേണ്ട ഓക്സിലറി വെർബ് ഏതായിരിക്കണം? വെയർ എന്നതായിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓർക്കുക, ഇമാജിനറി കണ്ടീഷനുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഇമാജിനറി കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഇമാജിനറി കണ്ടീഷനുകളിൽ ഇഫ് ക്ലോസിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ഒപ്പം നമ്മൾ എന്തുപയോഗിക്കുക? വെയർ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുക. ഒന്നാമത്തെ നിയമം. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ ഇവിടെ വെയറാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അപ്പുറത്ത് വശത്ത് അതായത് മെയിൻ ക്ലോസ് ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാലോ കണ്ടീഷണൽ ക്ലോസിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം നണ്ടി തന്നിരിക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് ഇഫ് ക്ലോസ് എന്നാണ്. ഇഫ് ക്ലോസ്. ഓക്കെ. രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ വിളിക്കേണ്ട പേര് മെയിൻ ക്ലോസ് എന്നാണ്. അത് അറിഞ്ഞിരിക്കണം കേട്ടോ, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇമാജിനറി കണ്ടീഷൻ ആണെങ്കിൽ ഇഫ് ക്ലോസിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ഒപ്പം വെയർ ഉപയോഗിക്കുക. ഇനി ഇഫ് ക്ലോസിൽ വെയർ എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടുത്തെ മെയിൻ ക്ലോസ് ഉപയോഗിക്കേണ്ടത് ദാണ്ടെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 എന്നുള്ളതായിരിക്കണം. വുഡ് അല്ലെങ്കിൽ ഷുഡ്, അതല്ലെങ്കിൽ കുഡ്, അതുമല്ലെങ്കിൽ മൈറ്റ്. ഇതിനോടൊപ്പം എന്തുപയോഗിക്കുക? വെർബിൻ്റെ V1 ഫോമും ഉപയോഗിക്കുക. ഇതായിരിക്കണം നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ വരേണ്ടതാണ്ട് വുഡ്. നമുക്കിവിടെ തന്നേക്കുന്നതിനകത്ത് ഓക്സിലറി വെർബ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മൾ വെർബ് ചേർത്തിട്ടില്ല. അപ്പോൾ നാണ്ട വെർബ് ഞാൻ തൽക്കാലം എഴുതി ചേർക്കുകയാണ്. വുഡ് ഹെൽപ്പ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഹെൽപ്പ് എന്ന് ചേർക്കുന്നു. ഇവിടെയും വില്ലിനോടൊപ്പം ഹെൽപ്പ് എന്ന് ചേർക്കുകയാണ്. വുഡിനോടൊപ്പം ഹെൽപ്പ് എന്ന് ചേർക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വെർബ് ആവശ്യമാണ്. ഓക്സിലറി വെർബ് മാത്രമായിട്ട് നമുക്ക് മെയിൻ ക്ലോസ് ഫില്ല് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അതാണ് നോക്കിയേ, ഇവിടെ നമുക്ക് ഇഫ് ക്ലോസിനകത്ത് വെയർ എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസിൽ നമുക്ക് ഏതൊക്കെ ഓക്സിലറി വെർബുകൾ ഉപയോഗിക്കാം? വുഡെന്നോ അല്ലെങ്കിൽ ഷുഡെന്നോ അല്ലെങ്കിൽ കുഡെന്നോ അല്ലെങ്കിൽ മൈറ്റെന്നോ ഉള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കാം. അതിനോടൊപ്പം നിർബന്ധമായിട്ടും എന്തുകൂടി കാണണം? ഏതൊരു വെർബിൻ്റെയും V1 ഫോം മാത്രവും ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത് വാസ്, വുഡ് ഹെൽപ്പ് എന്നാണ്. ഇവിടെ ഇമാജിനറി കണ്ടീഷൻ പ്രകാരമാണെങ്കിൽ നമ്മൾക്ക് ദാണ്ടെ ഈ തന്നിരിക്കുന്ന ഡാഷിൻ്റെ സ്ഥാനത്ത് വാസ് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമാജിനറി കണ്ടീഷനുകളിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ഒപ്പം എന്ത് മാത്രം ഉപയോഗിക്കുക? വെയർ എന്ന് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇവിടുത്തെ ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഇനി രണ്ടാമത്തതിലേക്ക് വന്നാൽ ദാണ്ടെ ആദ്യത്തെ ഡാഷിൻ്റെ സ്ഥാനത്ത് അവർ വെയർ ആണ് തന്നിരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടത് എന്ത് തന്നെയാണ്? വെയർ. ഇനി വെയർ എന്ന് വരികയാണെങ്കിൽ മെയിൻ ക്ലോസ് എങ്ങനെ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും വന്നിരിക്കുന്നത് വുഡ് ഹെൽപ്പ്. അപ്പോൾ ഇവിടെ രണ്ട് ഡാഷിൻ്റെയും സ്ഥാനത്ത് വന്നിരിക്കുന്നത് ശരി ആൻസറുകളാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തത് ഈസ് എന്നും വിൽ ഹെൽപ്പ് എന്ന് വന്നിരിക്കുന്നത്. ഇത് രണ്ടും തെറ്റായിട്ടുള്ളതാണ്. ഈസും ഉപയോഗിക്കാൻ പറ്റത്തില്ല, വിൽ ഹെൽപ്പും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അടുത്ത് വന്നിരിക്കുന്നത് ഹാസും വുഡ് ഹെൽപ്പുമാണ്. ഇവിടെയും ഹാസ് എന്ന് പറഞ്ഞേക്കുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്.
ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക ഇമാജിനറി കണ്ടീഷനുകൾ. കണ്ടീഷൻ ക്ലോസുകളിൽ എന്താണ് ഇമാജിനറി കണ്ടീഷൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇനി ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇമാജിനറി കണ്ടീഷൻ. എന്താണ് ഇമാജിനറി കണ്ടീഷനുകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ഒപ്പം ഇഫ് ക്ലോസ് എന്ന് വെച്ചാൽ ഇഫ് ചേർന്ന് വന്നിരിക്കുന്ന ഭാഗം, ആ ഇഫ് ക്ലോസിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ഒപ്പം നമ്മൾ എന്തുപയോഗിക്കുന്നു? വെയർ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഇമാജിനറി കണ്ടീഷൻ ആണെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ ഏതൊക്കെയായിരിക്കണം? വുഡെന്നോ ഷുഡെന്നോ കുഡെന്നോ മൈറ്റെന്നോ ഉപയോഗിക്കാം. അതിനോടൊപ്പം വെർബിൻ്റെ ഫസ്റ്റ് ഫോമും ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉദ്യോഗാർത്ഥികളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നിവ പാസ്റ്റ് ഫോമുകളായതുകൊണ്ട് അതിനോടൊപ്പം വെർബിൻ്റെയും പാസ്റ്റ് ഫോം ഉപയോഗിക്കേണ്ടേ എന്നുള്ളൊരു സംശയം ഉണ്ടാകാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഇതാണ്ട്, ഇത്രയും ഓക്സിലറി വെർബുകളെ നമ്മൾ വിളിക്കുന്ന പേര് മൊഡാൽ ഓക്സിലറി വെർബുകൾ എന്നാണ്. വില്ല്, അതേപോലെ തന്നെ അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള വുഡ്, അതേപോലെ തന്നെ ഷാള്, അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള ഷുഡ്, അതേപോലെ തന്നെ ക്യാൻ, അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള കുഡ്, അതേപോലെ തന്നെ മേ, അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള മൈറ്റ്, പിന്നീട് മസ്റ്റ്, ഓട്ട് ടു. ഇത്രയും ഓക്സിലറി വെർബുകളെ നമ്മൾ വിളിക്കുന്ന പേര് മൊഡാൽ ഓക്സിലറി വെർബുകൾ എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് മൊഡാൽ ഓക്സിലറി വെർബുകൾ? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേയ്, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു. ഈ മൊഡാൽ ഓക്സിലറി വെർബുകളുടെ ഒരു പൊതു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മൊഡാൽ ഓക്സിലറി വെർബിൻ്റെ ഒപ്പം V1 ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. അത് പ്രസൻറ്റ് ഫോമിലുള്ള മൊഡാൽ ഓക്സിലറി വെർബ് ആണെങ്കിലും പാസ്റ്റ് ഫോമിലുള്ള മൊഡാൽ ഓക്സിലറി വെർബ് ആണെങ്കിലും അതിന് പിന്നാലെ V1 ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് കണ്ടീഷണൽ ക്ലോസിൽ നിന്ന് മാത്രമല്ല, ഇംഗ്ലീഷിൽ നിങ്ങൾ ഏത് ടൈപ്പ് സെൻറ്റൻസുകൾ എഴുതിയാലും അവിടെ ഈ നിയമം ബാധകമാണ്. എല്ലാ മൊഡാൽ ഓക്സിലറി വെർബിൻ്റെയും ഒപ്പം V1 ഫോം ഉപയോഗിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. നമ്മൾ മൊഡാൽ ഓക്സിലറി വെർബുകൾ എന്ന് പറയുമ്പോൾ പൊതുവേ ഇതിനോടൊപ്പം 3 ഓക്സിലറി വെർബുകളും കൂടെ നിങ്ങൾ കാണാറുണ്ട്. നീഡ് എന്നും, ഡെയർ എന്നും, യൂസ്ഡ് ടു എന്നും. അവ നമ്മൾ ശരിയാണ് മൊഡാൽ ഓക്സിലറി വെർബുകളായിട്ട് വിളിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവയെ സെമി മൊഡാൽ ഓക്സിലറി വെർബുകൾ എന്നാണ് വിളിക്കുന്നത്. ഇതെന്നാണ് വിളിക്കേണ്ടത്? സെമി മൊഡാൽ ഓക്സിലറി വെർബുകൾ. അതുകൊണ്ട് നമ്മുടെ പുതിയ അധ്യയന വർഷത്തിൽ വന്നിരിക്കുന്ന SCERTയുടെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പ്രകാരം അതിൽ 1ാമത്തെ യൂണിറ്റിൻ്റെ ലാംഗ്വേജ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി കൃത്യമായിട്ട് അവർ മൊഡാൽ ഓക്സിലറി വെർബുകളെ കോളം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതാണ്ട് ഇത് ഇത്രയുമാണ് മൊഡാൽ ഓക്സിലറി വെർബുകൾ. അവർ അതിനകത്ത് നീഡിനെയും ഡെയറിനെയും യൂസ്ഡ് ടുവിനെയും ഉപയോഗിച്ചിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഓക്സിലറി വെർബുകളാണ്. അതിനെ തുടർന്ന് നമ്മൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ എക്സാമുകളിലും മൊഡാൽ ഓക്സിലറി വെർബുകളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓക്സിലറി വെർബുകളിൽ മൊഡാൽ ഓക്സിലറി വെർബിന് ഉദാഹരണം ഏതാണെന്നായിരുന്നു. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദിച്ചിരിക്കുന്നത് ഒബ്ലിഗേഷനെ സൂചിപ്പിക്കുന്ന മൊഡാൽ ഓക്സിലറി വെർബ് ഏതെന്നായിരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ പുതിയ പാഠപുസ്തകത്തിലെ ലാംഗ്വേജ് ആക്ടിവിറ്റിയെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് ഓക്സിലറി വെർബുകളെ പഠിക്കുമ്പോൾ കൃത്യമായി തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുക. ഓക്സിലറി വെർബുകൾ 3 ടൈപ്പാണ്. ഒന്നാമത്തേതിനെ നമ്മൾ പ്രൈമറി ഓക്സിലറി വെർബ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ രണ്ടാമത്തേത് മൊഡാൽ ഓക്സിലറി വെർബും മൂന്നാമത്തേത് സെമി മൊഡാൽ ഓക്സിലറി വെർബുമാണ്. പ്രൈമറി ഓക്സിലറി വെർബുകളായിട്ട് നമ്മൾ പറയുന്നത് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയാണ്. ഇനി മൊഡാൽ ഓക്സിലറി വെർബുകളെ പറ്റിയാണ് അറിയേണ്ടതെങ്കിൽ ദാണ്ട് ഈ തന്നിരിക്കുന്നത് ഇത്രയുമാണ് മൊഡാൽ ഓക്സിലറി വെർബുകൾ. ഏതൊക്കെയാണ്? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു. ഓക്കെ ആണല്ലോ. അടുത്തത് സെമി മൊഡാൽ ഓക്സിലറി വെർബാണ്. എന്തുകൊണ്ടാണ് ഇവയെ സെമി മൊഡാൽ ഓക്സിലറി വെർബ് എന്നൊക്കെ വിളിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞേക്കുന്ന ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത് കൃത്യമായി പറയുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് തൽക്കാലം സെമി മൊഡാൽ ഓക്സിലറി വെർബ് എന്നറിഞ്ഞു വെച്ചേക്കുക? നീഡ്, ഡെയർ, യൂസ്ഡ് ടു. ഈ 3 നമ്മൾ സെമി മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് വിളിക്കുന്നത്. ഇനി മൊഡാൽ ഓക്സിലറി വെർബുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് താണ്ടി പറഞ്ഞിരിക്കുന്നത്. എല്ലാ മൊഡാൽ ഓക്സിലറി വെർബിൻ്റെയും ഒപ്പം വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ താണ്ട് ഇതാണ് നമ്മുടെ ഇമാജിനറി കണ്ടീഷൻ. ഇമാജിനറി കണ്ടീഷൻ്റെ പ്രത്യേകത ഒരിക്കൽ കൂടെ പറയുകയാണ്. ഇമാജിനറി കണ്ടീഷനുകളിൽ ഇഫ് ക്ലോസിൻ്റെ ഭാഗത്ത് എല്ലാ സബ്ജക്റ്റുകളുടെയും ഒപ്പം വെയർ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നു. ഇനി ഇമാജിനറി കണ്ടീഷനുകളിൽ മെയിൻ ക്ലോസിലേക്ക് വരികയാണെങ്കിൽ അവിടെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇവയിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഉപയോഗിക്കുകയും അതിനെ തുടർന്ന് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ചോദ്യം ഇതാണ്, ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീ, ഫൈൻഡ് ഔട്ട് ദി എറർ ഫ്രം ദ ഗിവൺ സെൻറ്റൻസ് എന്നുള്ളതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ചോദ്യം. കാരണം നോക്കിയ സെൻറ്റൻസ് ഒരിക്കൽ കൂടെ വായിക്കുക. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീ. അപ്പോൾ പൊതുവേ ഈ എറർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പിന്തുടരുന്ന ഒരു മെത്തേഡെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ചോദ്യം ഒരു 4 തവണ വായിച്ചു നോക്കും. നമുക്ക് സുഖമില്ലാത്ത ഭാഗം ഏതാണോ അത് കറുപ്പിച്ച് വെച്ചിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ചോദ്യം വായിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സെൻറ്റൻസ് പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് നമുക്ക് തോന്നും. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീ നമ്മൾ കേട്ടിട്ടുള്ള സെൻറ്റൻസ് ആണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസ് അത്ര ഒരു മിസ്റ്റേക്കും തോന്നുന്നില്ല. അവിടെ നമ്മളെ ട്രാപ്പിൽ പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഓപ്ഷൻ ഡി ആയിട്ട് അവിടെ നോ എറർ എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിനകത്ത് യഥാർത്ഥത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് ആ മിസ്റ്റേക്ക് എന്ന് ചോദിച്ചാൽ ദാണ്ട് ഈ തന്നിരിക്കുന്നതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്, ദാൻ മീ.
എന്താണ് ദാൻ മീയിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്ന് ചോദിച്ചാൽ ഇതാണ്ട് നോക്കിക്കൊള്ളുക, ദാൻ അതേപോലെ തന്നെ ആസ്. ഈ ദാൻ ആസ് എന്നിവയ്ക്ക് പിന്നാലെ നമ്മൾ സബ്ജക്റ്റ് ഫോമുകൾ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്നാണ് നിയമം. എന്താണ്? ദാൻ്റെയും ആസിൻ്റെയും പിന്നാലെ എന്തുപയോഗിക്കുക? സബ്ജക്റ്റ് ഫോമുകൾ. ഏതൊക്കെയാണ് അപ്പോൾ സബ്ജക്റ്റ് ഫോമുകൾ എന്ന് പറയുന്നത്? ദാൻ്റെ ഐ എന്നത് സബ്ജക്റ്റ് ഫോമാണ്, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് മീ. ഓക്കെ, വി എന്നത് സബ്ജക്റ്റ് ഫോമാണ്, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് അസ്. അടുത്തത് യു എന്നത് സബ്ജക്റ്റ് ഫോമാണ്, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമും യു എന്ന് തന്നെയാണ്. ഹി എന്നത് സബ്ജക്റ്റ് ഫോമാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് ഹിം. ഷീ എന്നത് സബ്ജക്റ്റാണ്, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോം ഹെർ എന്നാണ്. ഇറ്റിൻ്റെ സബ്ജക്റ്റ് ഫോമും ഒബ്ജക്റ്റ് ഫോമും ഇറ്റ് എന്ന് തന്നെയാണ്. അടുത്തത് ദേ എന്നത് സബ്ജക്റ്റ് ഫോമാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോം ദം എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നിയമം ഇതാണ്, ദാൻ ആസ് എന്നിവയ്ക്ക് പിന്നാലെ സബ്ജക്റ്റ് ഫോമുകളെ ഉപയോഗിക്കുക. ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ദാൻ മീ എന്നാണ് വന്നിരിക്കുന്നത്. ഈ ദാൻ മീക്കകത്ത് മീ എന്നത് ഒബ്ജക്റ്റ് ഫോമിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ? അത് തെറ്റാണല്ലേ? ഇവിടെ നമ്മളിപ്പോൾ എന്തായിരുന്നു പറയേണ്ടത്? ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഐ. കേട്ടോ, ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഐ. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ദാൻ അല്ലെങ്കിൽ അസ് ഇവയ്ക്ക് പിന്നാലെ എന്തുപയോഗിക്കുക? സബ്ജക്റ്റ് ഫോമുകളെ ഉപയോഗിക്കുക. ഏതൊക്കെയാണ് സബ്ജക്റ്റ് ഫോമുകൾ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇവയാണ് സബ്ജക്റ്റ് ഫോമുകൾ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? മറന്നു പോകല്. ഇതിനകത്തൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെൻറ്റൻസ് നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ പറഞ്ഞിട്ടുള്ളതും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം ദാൻ മീ എന്ന് ചേർത്തിട്ടുള്ളതാണ്. അതാണ് ഇതിനകത്തൊരു അപകടം. ഈ സെൻറ്റൻസ് നമ്മൾ വളരെ ഫെമിലിയറാണ്, അതുകൊണ്ട് തന്നെ ദാൻ മീ എന്നാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ സെൻറ്റൻസ് പ്രത്യേകമായി ഓർത്ത് വെച്ചേക്കുക. ദാൻ ആസ് എന്നിവയോടൊപ്പം എവിടെ വേണമെങ്കിലും എന്തുപയോഗിച്ചേക്കുക? സബ്ജക്റ്റ് ഫോമുകൾ ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, ഹി സെഡ് ഐ മസ്റ്റ് ഗോ ടു മൈ വില്ലേജ് ദ നെക്സ്റ്റ് വീക്ക് എന്നാണ്. ചേഞ്ച് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് എന്നാണ്. ഓക്കെ, ഇംഗ്ലീഷിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമർ ടോപ്പിക്കുകളിലൊന്നാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയാണ്? ഹി സെഡ് ഐ മസ്റ്റ് ഗോ ടു മൈ വില്ലേജ് നെക്സ്റ്റ് വീക്ക്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഈ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തെ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡയറക്റ്റ് സ്പീച്ചിനകത്താണ് മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്ന്. ഈ തന്നിരിക്കുന്നതിൻ്റെ ഒരു സെൻറ്റൻസിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ആദ്യം നോക്കുക, ഇത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ്. അതായത് അസേർട്ടീവ് സെൻറ്റൻസ് ആണോ, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണോ, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണോ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണോ എന്ന് നോക്കുക. ഇവിടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഐ എന്ന സബ്ജക്റ്റ് കൊണ്ടാണ്. ഒരു സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങുകയും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും ചെയ്താൽ, അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലായിട്ട് വരുന്ന നൗണുകളെയോ പ്രനൗണുകളെയോ ഇൻഡെഫിനിറ്റ് പ്രനൗണുകളെയോ ആണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? എന്താണ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലായിട്ട് വന്നിരിക്കുന്ന നൗണുകളെയോ അല്ലെങ്കിൽ പ്രനൗണുകളെയോ. ഏതൊക്കെയാണ് പ്രനൗണുകളെന്ന് വെച്ചാൽ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ എന്നിവയാണ് പ്രനൗണുകൾ. അതുകൊണ്ട് തന്നെ ഇൻഡെഫിനിറ്റ് പ്രനൗണുകൾ എവരി വൺ, എവരിബഡി, എവരിത്തിങ്, നോ വൺ, നോബഡി, നത്തിങ് തുടങ്ങിയ വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡെഫിനിറ്റ് പ്രനൗണുകൾ. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുന്ന നൗണുകളെയോ പ്രനൗണുകളെയോ ഒക്കെ നമുക്ക് സബ്ജക്റ്റ് എന്ന് വിളിക്കാം. അങ്ങനെ സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങുകയും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും ചെയ്യുന്ന സെൻറ്റൻസുകളെ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നു. ഈ അസേർട്ടീവ് സെൻറ്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ ഹി സെഡ് ദാറ്റ് എന്ന് കൊടുക്കണം. ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? ഹി സെഡ് ദാറ്റ്. സെഡ് ദാറ്റ് എന്ന് ഉപയോഗിക്കുക. സെഡ് എന്ന് വെച്ചാൽ അവിടെ റിപ്പോർട്ടിംഗ് വെർബാണ്. ദാറ്റ് എന്ന് പറയുന്നത് അവിടെ കണക്റ്റിംഗ് വേർഡാണ്. അതായത് ഈ കോമ വന്നിരിക്കുന്ന ഭാഗത്ത് ആ കോമയെ നീക്കം ചെയ്ത ശേഷം നമ്മൾ ഈ സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് ദാറ്റ്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കണക്റ്റിംഗ് വേർഡ്. ഓക്കെ, ഇനി റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് നമ്മൾ ഐയെ ഉപയോഗിക്കുമ്പോൾ, അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ വന്നിരിക്കുന്ന ഐയെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് ഹീ എന്നോ ഷീ എന്നോ ആയി മാറണമെന്നാണ് നിയമം. മറന്നു പോകല്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡയറക്റ്റ് സ്പീച്ച് എന്ന് വെച്ചാൽ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ കിടക്കുന്ന ഭാഗം.
അങ്ങനെ ആ ഡയറക്റ്റ് സ്പീച്ചിൽ ഐ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എന്തൊക്കെയായിട്ട് മാറിയേക്കാം? ഹി എന്നോ ഷീ എന്നോ ആയി മാറാം. ഓക്കെ, അടുത്ത രണ്ടാമത്തേത് ഇവിടെ വന്നേക്കുന്ന വാക്ക് മസ്റ്റാണ്. ഈ മസ്റ്റിൻ്റെ കേസാണ് നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കേസ്. ഈ മസ്റ്റ് എന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുന്നത്. ഒന്ന്, മസ്റ്റ് ചേർന്ന് വന്നിരിക്കുന്ന വാചകത്തിൽ ദാണ്ടെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഫോളോയിങ് ഡേ, നെക്സ്റ്റ് വീക്ക്, ഫോളോയിങ് വീക്ക്, ടുമാറോ തുടങ്ങിയ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡുകളുണ്ടെങ്കിൽ എന്തിനൊക്കെയാണ്? ടുമാറോ എന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എന്നോ അല്ലെങ്കിൽ ഫോളോയിങ് ഡേ എന്നോ നെക്സ്റ്റ് വീക്ക് എന്നോ ഫോളോയിങ് വീക്ക് എന്നോ, അതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡുകളാണ്. അങ്ങനെ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡുകൾ മസ്റ്റ് ചേർന്ന് വന്നിരിക്കുന്ന വാചകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ റിപ്പോർട്ടർ സ്പീച്ചിൽ ആ മസ്റ്റിനെ നമ്മൾ എന്താക്കി മാറ്റണം? വുഡ് ഹാവ് ടു എന്നാക്കി മാറ്റണം. എന്താക്കി മാറ്റണം? വുഡ് ഹാവ് ടു. മറന്നു പോകല്. ഓക്കെ ആണല്ലോ. എവിടെയാണ് മസ്റ്റ് ചേർന്ന് വന്നിരിക്കുന്നത്? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ, ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന കേസുകളിൽ മസ്റ്റിനെ നമ്മൾ എന്താക്കി മാറ്റണമെന്നാണ് നിയമം? വുഡ് ഹാവ് ടു. എന്നാൽ മസ്റ്റ് ചേർന്ന് വന്നിരിക്കുന്ന വാചകം ഫ്യൂച്ചറിനെ അല്ല സൂചിപ്പിക്കുന്നതെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള ടൈം വേർഡുകൾ ഇല്ല എങ്കിൽ അവിടെ നമ്മൾ മസ്റ്റിനെ ഹാഡ് ടു എന്നാക്കി മാറ്റണം. പറഞ്ഞു മനസ്സിലായല്ലോ? അതായത് ടൈം വേർഡുകൾ ഇല്ലാത്ത കേസിലാണ് മസ്റ്റ് വന്നിരിക്കുന്നതെങ്കിൽ മസ്റ്റിനെ ഹാഡ് ടു എന്നാക്കി മാറ്റുക. ടൈം വേർഡുകൾ ഉണ്ട് എങ്കിൽ അവിടെ അതിനെ വുഡ് ഹാവ് ടു എന്നാക്കി മാറ്റുക. ഇവിടെ നമ്മൾക്ക് ടൈം വേർഡ് ഉണ്ട്, അപ്പോൾ മസ്റ്റിനെ എന്താക്കി മാറ്റണം? വുഡ് ഹാവ് ടു എന്നാക്കി മാറ്റണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ദാണ്ടെ ഐയെ നമ്മളിവിടെ ഹി എന്നാക്കുന്നു, മസ്റ്റിനെ നമ്മൾ വുഡ് ഹാവ് ടു എന്നാക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ എന്തുണ്ട്? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡ്. അടുത്ത ടു മൈ. ഇവിടെ മൈ എന്ന് വന്നാൽ മൈയെ നമ്മൾ ഹിസ്സെന്നോ ഹെറെന്നോ ആക്കി മാറ്റണമെന്നാണ് നിയമം. മൈ എന്ന് വന്നാൽ അതിനെ റിപ്പോർട്ടർ സ്പീച്ചിൽ എന്താക്കി മാറ്റുക? ഹിസ് അല്ലെങ്കിൽ ഹെർ എന്നാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ മയ്യെ നമ്മൾക്ക് എന്തുപയോഗിക്കാം? ഹിസ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. ഹിസ് വില്ലേജ്. നെക്സ്റ്റ് വീക്ക് എന്ന് വന്നാൽ അതിനെ നമ്മൾക്ക് എന്താക്കി മാറ്റണമെന്നാണ്? നെക്സ്റ്റ് വീക്ക് എന്ന്. നെക്സ്റ്റ് എന്ന് വന്നാൽ അതിനെ ഫോളോയിങ് എന്നാക്കുക. ഓക്കെ ആണല്ലോ. എന്താണ്? നെക്സ്റ്റ് എന്ന് വന്നാൽ അതിനെ ഫോളോയിങ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ ഫോളോയിങ് വീക്ക്, നെക്സ്റ്റ് മന്ത് ആണെങ്കിലോ ഫോളോയിങ് മന്ത്, നെക്സ്റ്റ് ഇയർ ആണെങ്കിലോ ഫോളോയിങ് ഇയർ. അതായത് നെക്സ്റ്റിനെ ഫോളോയിങ് എന്നാക്കി മാറ്റണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വീക്ക് എന്തായിട്ട് മാറും? ഫോളോയിങ് വീക്ക് എന്നായിട്ട് മാറും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറയാം. തന്നിരിക്കുന്ന വാചകത്തെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അസേർട്ടീവ് സെൻറ്റൻസ് ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കൊടുക്കുക? ഹീ സെഡ് ദാറ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഐ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഹീ എന്നോ ഷീ എന്നോ ആക്കി മാറ്റണം. ഓക്കെ, ഇനി മസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, മസ്റ്റ് ചേർന്ന് വന്നിരിക്കുന്ന വാചകത്തിൽ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡ് ഉണ്ടോ? ഏതൊക്കെയാണ് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡ്? ടുമാറോ എന്നാകാം, നെക്സ്റ്റ് ഡേ എന്നോ ഫോളോയിങ് ഡേ എന്നോ ആകാം, നെക്സ്റ്റ് വീക്ക് എന്നോ ഫോളോയിങ് വീക്ക് എന്നോ ഒക്കെ ആകാം. ഇവയുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? വുഡ് ഹാവ് ടു എന്നാക്കി മാറ്റണം. ഈ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡുകൾ ഇല്ലാത്ത സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ മസ്റ്റിനെ എന്താക്കി മാറ്റുക? ഹാഡ് ടു എന്നാക്കി മാറ്റുക. പിന്നീട് മൈ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ മൈ എന്ന് വന്നാൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹിസ് എന്നോ അല്ലെങ്കിൽ ഹെർ എന്നോ ആക്കി മാറ്റണം. അതാണ്ട് ഇവിടെ മയ്യെ നമ്മൾ ഹിസ് എന്നാക്കുന്നു. വില്ലേജിന് മാറ്റമില്ല. നെക്സ്റ്റ് വീക്ക് എന്ന് വന്നാൽ, ദാണ്ട് നെക്സ്റ്റ് എന്ന് വന്നാൽ അതിനെ എന്താക്കി മാറ്റണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റിനെ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിൽ ഫോളോയിങ് എന്നാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഫോളോയിങ് ആകും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്താകും? ഫോളോയിങ് വീക്ക്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്ട് ഇങ്ങനെ വരണം. ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് ഹാവ് ടു ഗോ ടു ഹിസ് വില്ലേജ് ദ ഫോളോയിങ് വീക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഇതാണ്ട് ഒന്നാമത്തെ നോക്കിയാൽ ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ടു ഗോ എന്നാണ്. ഹാഡ് ടു ഗോ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ എന്തുണ്ട്? നെക്സ്റ്റ് വീക്ക് ഉണ്ട്. അപ്പോൾ ഹാഡ് ടു ഗോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അടുത്ത വന്നേക്കുന്നത് ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് ഹാവ് ടു ഗോ ടു ഹിസ് വില്ലേജ് ദ ഫോളോയിങ് വീക്ക്. ഇത് ശരിയായിട്ടുള്ള ആൻസറാണ്. അടുത്ത മൂന്നാമത്തെ നോക്കിയാൽ ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് ഹാവ് ടു വെൻറ്റ് എന്നാണ് വന്നേക്കുന്നത്. ഓർക്കണം, ഓക്സിലറി വെർബുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്സിലറി വെർബുകളെ പാസ്റ്റ് ഫോമിലേക്ക് മാറ്റുക. അവിടെ മെയിൻ വെർബിനകത്തൊന്നും ചെയ്യാൻ പോകല്. ഇവിടെ നമുക്ക് മസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്ന ഓക്സിലറി വെർബ് ഉണ്ട്. ആ മസ്റ്റിനെ നമ്മൾ എന്താക്കി മാറ്റി? വുഡ് ഹാവ് ടു എന്നാക്കി മാറ്റി. പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? വെർബിനകത്ത് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ വെൻറ്റ് എന്ന് വന്നേക്കുന്നത് തെറ്റാണ്. ഓക്കെ, അടുത്തത് ഹീ സെഡ് ദാറ്റ് ഹീ മസ്റ്റ് ഗോ ടു ഹിസ് വില്ലേജ് ദ ഫോളോയിങ് വീക്ക്. ഇവിടെ മസ്റ്റ് എന്ന് തന്നെയാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. മസ്റ്റിൻ്റെ രൂപം മാറ്റിയിട്ടില്ല, അതും തെറ്റാണ്.
ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം താങ്ക് യു, നന്ദി.